ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആണല്ലോ. നമ്മൾ മാങ്ങയൊക്കെ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി വരുന്ന ഈ മാങ്ങയണ്ടി ഉണ്ടല്ലോ, ഈ മാങ്ങയണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു പായസമാണ് ഞാനിപ്പോൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. മാങ്ങയണ്ടി കൊണ്ടുള്ള ഹൽവ, അതുപോലെ തന്നെ മാങ്ങയണ്ടി അപ്പം, ഇതൊക്കെ ഞാൻ ഇതിനു മുമ്പ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഈ മാങ്ങയണ്ടി കൊണ്ടുള്ള ഹൽവയും അതുപോലെ മാങ്ങയണ്ടി അപ്പമൊക്കെ ഭയങ്കര ടേസ്റ്റുള്ള വിഭവങ്ങൾ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ പായസവും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കട്ട് ചെയ്തെടുത്ത ശേഷമുള്ള ഈ മാങ്ങയണ്ടി നമുക്ക് പെട്ടെന്ന് തന്നെ തല്ലിപ്പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റില്ല. കാരണം കയ്യിൽ നിന്ന് ഇങ്ങനെ സ്ലിപ്പായിട്ട് പോകും. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു ഓപ്പൺ എയറിൽ വെച്ച് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷമാണ് നമുക്കിത് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മളത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നതൊക്കെ ഞാൻ മാങ്ങയണ്ടി ഹൽവ ഉണ്ടാക്കുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനിത് ഒരു ദിവസം ഓപ്പൺ എയറിൽ വെച്ചിട്ട് ഡ്രൈ ആക്കി എടുത്ത മാങ്ങയണ്ടിയാണ്. വെയിലത്ത് വെച്ച് ഉണക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. മാങ്ങയണ്ടിയുടെ ഈ ഭാഗം മുകളിലേക്കായിട്ട് വേണം കേട്ടോ വെക്കാൻ. ഈ ചെറുതായിട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ആ ചുണ്ട് പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം താഴത്തേക്കാക്കിയിട്ട് വെച്ചിട്ട് വേണം നമ്മളിത് തല്ലി പൊട്ടിച്ചെടുക്കാനായിട്ട്. കട്ടിയുള്ള എന്തെങ്കിലും വെച്ചിട്ട് പൊട്ടിച്ചെടുത്താൽ മതി. ഇതേ രീതിയിൽ ഇത് പൊട്ടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിനുള്ളിലൊരു വൈറ്റ് പാർട്ട് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ മാങ്ങയണ്ടി എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേടില്ലാത്ത മാങ്ങയണ്ടി പരമാവധിയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. പക്ഷേ ഇത് ഞാൻ പിറ്റേ ദിവസം തന്നെ എടുത്താണ്. എന്നാലും കുറച്ചൊക്കെ കേടുണ്ടായിരുന്നു. ഇതിൻ്റെ പുറത്തൊരു സ്കിന്നുണ്ടാവും, അത് നമുക്ക് ഉലിച്ച് കളയാം. അതിനുശേഷം ഇതിൽ ചില ഭാഗത്ത് ചിലപ്പോൾ കറുപ്പ് പോലെ ഇങ്ങനെ കേട് പോലെയൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്കൊന്ന് പൊട്ടിച്ച് കളഞ്ഞാൽ മതി. മാങ്ങയണ്ടി കിട്ടിയതിന് ശേഷം 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം കേടില്ലാതെ നമുക്ക് കിട്ടും. അതല്ല അധികം ദിവസമൊക്കെ കിടന്നതിന് ശേഷമാണ് നമ്മളിത് പൊട്ടിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ കേടായിട്ട് പോകും കേട്ടോ. ഇത് പക്ഷേ ഞാൻ പിറ്റേ ദിവസം തന്നെ എടുത്താണ്. എന്നാലും കുറച്ചൊക്കെ കേടുണ്ടായിരുന്നു. കേടായിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതേ രീതിയിൽ ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന മാങ്ങയണ്ടിയാണ് കേട്ടോ ഇത്. ഓരോ ദിവസം എടുക്കുന്നത് ഞാൻ ഒരു ദിവസം ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം തല്ലിപ്പൊട്ടിച്ചെടുത്ത് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഏകദേശം ഒരാഴ്ചയൊക്കെ ആയപ്പോൾ എനിക്ക് ഇതേ രീതിയിൽ ഒരു 12 മാങ്ങയണ്ടിയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ഇതേ രീതിയിൽ എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഫ്രീസറിലൊക്കെ വെക്കുകയാണെങ്കിൽ കുറേ ദിവസമൊക്കെ ഇത് കേടാവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ പൊടിഞ്ഞ് കിടക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേടായ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് പീസുകളൊക്കെ കിട്ടുകയാണെങ്കിൽ അതും എടുക്കാം കേട്ടോ. നമുക്ക് അതൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ധാരാളം വെള്ളം ഒഴിച്ച് കൊടുക്കാനുണ്ട്. എങ്കിലും അരക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി. അരച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മാക്സിമം എത്ര വെള്ളം ഒഴിക്കാൻ പറ്റുമോ അത്രയും വെള്ളം ഒഴിച്ച് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതേ രീതിയിൽ വെള്ളമൊഴിച്ച് കലക്കി വെക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മാങ്ങയണ്ടി അരച്ച് കഴിയുമ്പോൾ ഇതിന് ചെറിയൊരു കയ്പ്പ് രസം പോലെ ഒരു കട്ടിപ്പ് രസം പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഈ വെള്ളത്തിൽ മിക്സായി പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ രീതിയിൽ നന്നായി തന്നെ വെള്ളമൊഴിച്ച് വെക്കുന്നത്. ഈ മാങ്ങയണ്ടിയുടെ ഒരു പേര് തന്നെ കട്ടയണ്ടി എന്നൊക്കെ പറയാറുണ്ട്. കാരണം ഇതിനൊരു കട്ടിപ്പ് രസം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത് 2-3 പ്രാവശ്യം ഇതേ രീതിയിൽ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ഊറ്റിക്കളയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു കയ്പ്പ് രസമൊക്കെ മാറിക്കിട്ടും. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. അതിന് ശേഷം ഒരു 3 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാനിത് തുറക്കുന്നത്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ അടിഭാഗത്ത് ഈ മാങ്ങയണ്ടി അരച്ചത് നന്നായിട്ട് കനത്തിലിങ്ങനെ വന്ന് ഊറിക്കിടക്കുന്നുണ്ടാവും. ഇത് 3 മണിക്കൂർ തന്നെ വെക്കണം നിർബന്ധമില്ല. ഒരു 2 മണിക്കൂറൊക്കെ വെച്ചാലും മതി. ഇനി മിനിമം സമയം ഇല്ലെങ്കിൽ നമുക്ക് 1 മണിക്കൂർ വെച്ചാലും മതി. പക്ഷേ 2-3 മണിക്കൂർ വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. കാരണം ഈ മാങ്ങയണ്ടി അരച്ച് നല്ല അടിഭാഗത്ത് നന്നായിട്ട് നമുക്ക് ഊറി കിട്ടാനായിട്ട് കൂടുതൽ സമയം വെക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഒരു 3 മണിക്കൂറിന് ശേഷം എടുത്ത് ഞാൻ അനങ്ങാതെ എടുത്തിട്ട് അതൊന്ന് പതിയെ ഈ മുകളിലുള്ള ആ വെള്ളം ഒന്ന് ഊറ്റി കളയുന്നുണ്ട്.
അപ്പോൾ പതിയെ ഊറ്റിക്കളഞ്ഞാലാണ് ഈ മുകളിലുള്ള വെള്ളത്തിൽ മാങ്ങേണ്ടി അരച്ചത് മിക്സ് ആവാതെ നമുക്ക് ഊറ്റിക്കളയാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ പൈപ്പിൻ്റെ അടുത്ത് തന്നെ അരച്ചിങ്ങനെ വെള്ളമൊഴിച്ച് മിക്സ് ആക്കിയതിന് ശേഷം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഊറ്റിക്കളയാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചിരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, മാങ്ങേണ്ടി അരച്ചത് മാത്രം അടിഭാഗത്ത് നമുക്ക് ഇങ്ങനെ കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 പ്രാവശ്യം കൂടി ഇതിലേക്ക് ഇതേ രീതിയിൽ തന്നെ വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതേ രീതിയിൽ 2-3 മണിക്കൂർ വെച്ചതിന് ശേഷം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് എടുക്കണം. എന്നാലേ നമുക്കതിൻ്റെ ആ ഒരു കട്ടിപ്പിരസമൊക്കെ ഒന്ന് മാറി കിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും ഞാൻ ഇതിലേക്ക് ധാരാളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഗ്ലാസ് ബൗളാണ് കേട്ടോ എടുത്തിരുന്നത്. കാരണം നിങ്ങൾക്ക് ഈ അടിഭാഗത്ത് ഇങ്ങനെ കട്ടിയായിട്ട് വരുന്നത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഗ്ലാസ് ബൗൾ എടുത്തത്. നിങ്ങളൊരു സ്റ്റീലിൻ്റെ വലിയ പാത്രമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം കൂടുതലായിട്ട് ഒഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു കൈപ്പുരസമൊക്കെ ഫുള്ളായിട്ട് നമുക്ക് മാറിക്കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ലോണം തന്നെ മിക്സാക്കി വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഞാനിവിടെ 3 മണിക്കൂർ തന്നെയാണ് മൂടി വെക്കുന്നത്. പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1-2 മണിക്കൂർ വെച്ചാലും മതി. ഞാനിവിടെ 3 മണിക്കൂറിന് ശേഷം മൂടി തുറന്നപ്പോൾ ദാ ഇതേ രീതിയിൽ അടിയിൽ വീണ്ടും കട്ടിയായിട്ട് മാങ്ങേണ്ടി അരച്ചത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അനങ്ങാതെ ഈ വെള്ളമൊന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്കിത് 2 പ്രാവശ്യം മാത്രം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ വലിയ പാത്രം എടുത്ത് നല്ലോണം വെള്ളം ഒഴിച്ച് മിക്സാക്കി വെച്ചതിന് ശേഷം ഇതേ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഈ മാങ്ങേണ്ടി അരച്ചത് ഇതേ രീതിയിൽ കിട്ടുമ്പോൾ അതെടുത്തൊന്ന് വായിൽ വെച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു കട്ടിപ്പിരസമൊക്കെ പോയി എന്ന് തോന്നുകയാണെങ്കിൽ 2 പ്രാവശ്യം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. അതിന് ചെറിയൊരു കട്ടിപ്പിരസമൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1 പ്രാവശ്യം കൂടി ഇതേ രീതിയിൽ വെള്ളമൊഴിച്ച് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ബൗളാണല്ലോ എടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളമൊഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 1 പ്രാവശ്യം കൂടി ഇതേ രീതിയിൽ തന്നെ ചെയ്യാണ്. നല്ലോണം വെള്ളമൊഴിച്ച് കൊടുത്ത് നന്നായി തന്നെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും മൂടി വെച്ച് 3 മണിക്കൂറിന് ശേഷം എടുത്ത് വെള്ളം ഊറ്റി കളഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ള മാങ്ങേണ്ടി അരച്ചതാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇത് പായസം ഉണ്ടാക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ നമുക്ക് ചെയ്യാനായിട്ട്. ഞാനിതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. അപ്പോൾ ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിലും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഈ പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉരുളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു അടികട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇത് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ അരച്ചത് ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഈ മാങ്ങേണ്ടി അരച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ നമ്മൾ ആദ്യം തന്നെ എടുത്ത് വെക്കണം കേട്ടോ. മൊത്തം 5 കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. തേങ്ങയിൽ നിന്ന് നമ്മൾ ആദ്യം പിഴിഞ്ഞെടുക്കുന്ന കട്ടിയുള്ള 1-ാം പാലുണ്ടല്ലോ, അത് 2.5 കപ്പ് എടുത്ത് വെക്കണം. അതേപോലെ തന്നെ രണ്ടാമത് പിഴിഞ്ഞെടുക്കുന്ന കനം കുറഞ്ഞ 2-ാം പാലും 2.5 കപ്പ് എടുത്ത് വെക്കണം. അങ്ങനെ മൊത്തം 5 കപ്പ് തേങ്ങാപ്പാലാണ് നമ്മൾ എടുത്ത് വെക്കേണ്ടത്. കനം കുറഞ്ഞ രണ്ടാമത് എടുത്ത 2.5 കപ്പ് പാലുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ആ പാല് ആ ബൗളിലേക്ക്, മാങ്ങേണ്ടി അരച്ച ബൗളിലേക്ക് ഒഴിച്ചൊന്ന് ചുറ്റിച്ചതിന് ശേഷം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ആ മാങ്ങേണ്ടി അരച്ചത് മുഴുവനായിട്ട് അതിൽ നിന്നൊന്ന് പോരാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് ശർക്കര ഉരുക്കിയതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ നേരത്തെ ഇത് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടൊന്ന് അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലും ശർക്കര ഉരുക്കിയതും ഈ മാങ്ങേണ്ടി അരച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. അതിന് ശേഷം കൈ എടുക്കാതെ നമ്മൾ തിളക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. മാങ്ങേണ്ടി നന്നായിട്ട് അരച്ചതിന് ശേഷമാണല്ലോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അടിയിൽ പെട്ടെന്ന് കട്ട പിടിക്കാനായിട്ട് ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയതും. അതേപോലെ തന്നെ ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് കൈയെടുക്കാതെ ഇളക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മളിത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ കൈയെടുക്കാതെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തിളച്ചതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇടണം. കാരണം നമ്മൾ മാങ്ങേണ്ടി വേവിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ മാങ്ങേണ്ടി ഒന്ന് വേവുന്നതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക.
ഇനി കൈയെടുക്കാതെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും മാക്സിമം നമ്മൾ കൂടുതൽ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരച്ച മാങ്ങേണ്ടിയാണല്ലോ, അപ്പോൾ അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കുക. മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവുള്ളതായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 2.5 കപ്പ് ഒന്നാം പാലുണ്ടല്ലോ, കട്ടിയുള്ള ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഏലക്ക പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒന്നാം പാൽ ആ കട്ടിയുള്ള പാൽ ഒഴിച്ചതിന് ശേഷം തിളച്ച് മറിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പായസം തന്നെയാണ് കേട്ടോ. ഉണ്ടാക്കാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ആ ഇതൊന്ന് മാങ്ങേണ്ടി ഒന്ന് അരച്ചെടുത്ത് അതൊന്ന് അതിൻ്റെ കൈപ്രസം ഒന്ന് കളഞ്ഞെടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ജസ്റ്റ് ഒന്ന് അരച്ച് നമുക്ക് വെള്ളം മിക്സാക്കി കൊടുക്കുക, ഇടയ്ക്കൊന്ന് വെള്ളം മാറ്റി കൊടുക്കുക, അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരളവിൽ എടുത്തപ്പോൾ എനിക്ക് ഈ ഒരു കപ്പിൽ 8 കപ്പോളം പായസമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് മാങ്ങേണ്ടി അരച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക്